Dear students, in today's session, we shall discuss the definition of companies, characteristics of companies, then the special features of Companies Act 2013. നമ്മൾ ഡെഫിനേഷൻ 2013 ആക്ട് പ്രകാരം തന്നിരിക്കുന്ന ഡെഫിനേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. But we can remember another definition also. So company is also defined as, നമുക്ക് is also defined as മാറ്റിയിട്ട് company can be defined as എന്ന് മാറ്റി വെക്കുക. Company can be defined as a voluntary incorporated association which is an artificial person created by law with limited liability having a common seal and perpetual succession. ഈ ഒരു ഡെഫിനിഷൻ്റെ അകത്ത് കമ്പനിയുടെ ഏകദേശം പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കമ്പനി ഈസ് എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഹാവിങ് എ കോമൺ സീൽ ആൻഡ് പെർപെക്ച്വൽ സക്സഷൻ. നമ്മൾ ഈ പോയിന്റുകളെല്ലാം തന്നെ എഴുതിയാൽ തന്നെ എന്താണ് ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആകുന്നു. Then according to section 2 subsection 20 of the Companies Act 2013, company means a company incorporated under this act or under any of the previous company law. ഈ 2013 ആക്ട് തന്നെ കൊടുക്കണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ ഒരൊറ്റ സെന്റൻസിൽ ഡെഫിനിഷൻ കൊടുത്താൽ മതി. A company incorporated under this act, that means a company incorporated under the Companies Act 2013 or any of the previous company law. 2013 ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളെല്ലാം കമ്പനികളായിട്ട് അറിയപ്പെടും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി, ഒരു ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്പർ 1 ഈസ് it's a separate legal entity. It's one of the main features of a registered company. So it has independent corporate existence. അതാണ് separate legal entity. So company can own its own property. കമ്പനിക്ക് എന്താണ് പണം സ്വന്തമായിട്ട് സ്വരൂപിക്കാൻ പറ്റും, പണം ഓൺ ചെയ്യാൻ സാധിക്കും. So the money and property of the company is not that of the members but it is only that of the company. നമ്മൾ അവിടെ പ്രധാനമായിട്ട് ആ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇതിൻ്റെ അകത്തൊരു ലീഡിങ് കേസ് ഉണ്ട്, അത് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നന്നായിരിക്കും. സൊളോമൻ വേഴ്സസ് സൊളോമൻ ആൻഡ് കമ്പനി ലിമിറ്റഡ്, അത് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. Then the second point is the limited liability. Incorporations limits the liability of a company. A company can be incorporated as a company limited by shares or limited by guarantee, unlimited company. പക്ഷേ പ്രധാനമായിട്ട് നമ്മളെന്താ ഒരു കമ്പനി എന്ന് കേൾക്കുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കേസ് ഓഫ് എ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, ദി ലയബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ദി എക്സ്റ്റെൻഡ് ഓഫ് ദെയർ അൺവെയ്ഡ് പാർട്ട് ഓഫ് ഷെയർ ഹോൾഡിംഗ്. അപ്പോൾ അത് ഓർത്തിരിക്കുക പ്രധാനമായിട്ടും. ദെൻ പെർപെക്ച്വൽ സക്സഷൻ, എ കമ്പനി നെവർ ഡൈസ്, കമ്പനി ഒരിക്കലും മരിക്കുന്നില്ല. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ദി പ്രോസസ് ഓഫ് ലോ, സോ ഇറ്റ് ക്യാൻ ഹാവ് ആൻ എൻഡ് ഓൺലി ബൈ ദി പ്രോസസ് ഓഫ് ലോ. അപ്പം കമ്പനി എന്താണ്? നിയമത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് കമ്പനി ജന്മമെടുക്കുന്നത്. അതുകൊണ്ട് നിയമത്തിന് മാത്രമേ കമ്പനി ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇറ്റ്സ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ ഇഫ് ഓൾ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ഡെഡ്. ഒരു കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സും ഇല്ലാതായാലും ആ കമ്പനി അവിടെ നിലനിൽക്കും. എ കമ്പനി ക്യാൻ കം ടു ആൻ എൻഡ് ഓൺലി ബൈ ദി പ്രോസസ് ഓഫ് ലോ. അത് ഓർത്തിരിക്കുക. പെർപെക്ച്വൽ സക്സഷൻ ഓർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്. ദെൻ കോമൺ സീൽ, an incorporated or a registered company is having a common seal. That common seal authenticates the activities of a company. ഇപ്പം കമ്പനി ഡയറക്ടേഴ്സ് ഒപ്പിട്ടാൽ മാത്രം പോരാ, അവിടെ കമ്പനിയുടെ കോമൺ സീൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഓതൻറ്റിക്കേഷൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതാണ് കോമൺ സീലിൻ്റെ പ്രത്യേകത. നമ്മളെന്താ ഒരു നാച്ചുറൽ പേഴ്സൻ്റെ സിഗ്നേച്ചർ പോലെയാണ് കമ്പനിയുടെ കോമൺ സീൽ നമ്മൾ കണക്കാക്കുന്നത്. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, the shares of a public limited company is freely transferable. Then ട്രാൻസ്ഫറബിലിറ്റിയെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ, അല്ലെങ്കിൽ ട്രാൻസ്ഫറബിലിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽസ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കാണും. അതിൻ്റെ പ്രൊസീജിയറും ബാക്കി കാര്യങ്ങളും ഒക്കെ, ബാക്കി ഫോർമാലിറ്റീസൊക്കെ
എന്താണ് അതേസമയം പ്രൈവറ്റ് കമ്പനീസ് കനോട്ട് ട്രാൻസ്ഫർ ഷെയർസ്. ദി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ്. ഓർത്തിരിക്കുക, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ the shares of a public limited company can be listed in the stock exchange, and from the stock exchange it can be bought and sold by anybody without any restriction. Then separate property. Since a company is a legal person, a company can own separate property. The property of the company belongs to the company only. It doesn't belong to the members. Members-ന്റെ അല്ല, കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. Then capacity to sue and be sued. A company can sue and be sued in incorporate name. Incorporate name, കമ്പനിയുടെ കോർപ്പറേറ്റ് പേരിൽ കമ്പനിക്ക് കേസ് കൊടുക്കുകയും കമ്പനിക്കെതിരെ മറ്റാളുകൾക്ക് കേസ് കൊടുക്കുകയും ചെയ്യാം. സോ ദിസ് കേപ്പബിലിറ്റി ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അപ്പം ഒരു മനുഷ്യന് ചെയ്യാവുന്ന പ്രവൃത്തിയാണ് കേസ് കൊടുക്കുക, മനുഷ്യനെതിരെ കേസ് ഉണ്ടാവാം. അപ്പോൾ ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനിക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് നെയിമിൽ കേസ് കൊടുക്കുകയും കമ്പനിക്കെതിരെയും കേസുകൾ ഉണ്ടാവാം. ദെൻ 8th point is artificial person. A company is an artificial person though it has neither a body nor a soul. The law recognizes it as a person. However, since it is not a natural person, കമ്പനി ഒരു നാച്ചുറൽ പേഴ്സൺ അല്ലാത്തത് കൊണ്ട് it could act only through the board of directors elected by the shareholders. അപ്പം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് it cannot act like a natural person. A company can act only through the directors elected by the shareholders. ഇത്രയും പറഞ്ഞിരിക്കുന്ന ഈ 8 പോയിന്റുകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി ആയിട്ട് നമ്മൾ ഓർമ്മയിൽ വയ്ക്കേണ്ടത്. ഇനി ഇതിലെ തന്നെ ഈ 8 പോയിന്റുകളെ പല പോയിന്റുകളും നമ്മൾ കമ്പനീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ബെനിഫിറ്റ്സ് ആയിട്ടും ഒക്കെ വരുമ്പോൾ ഓർക്കുന്നതാണ്. The next is Features of Companies Act 2013. ഇത് പലപ്പോഴും 15 മാർക്കിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചോദിക്കുന്നതാണ്. 5 മാർക്കിനും 15 മാർക്കിനും ഒക്കെ ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കമ്പനിയും 5 മാർക്കിന് ചോദിക്കാം. The Companies Act 2013 is a modern legislation because it addresses all the important demands and integrates all possibilities offered by the present day world. ആധുനിക ലോകത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നിയമമായിട്ടാണ് 2013 കമ്പനീസ് ആക്ടിനെ കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഈ കമ്പനീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 2013 ആക്റ്റും അതിന് മുമ്പുണ്ടായിരുന്ന ആക്റ്റുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അത് ഞാൻ അവിടെ ആ നോട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. The 1956 Act in general contained detailed norms regarding almost all aspects. ഇപ്പം 1956 ആക്ട് കമ്പനി അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് വേറാസ് 2013 Act delegates the law making power to the executive. 2013 കമ്പനീസ് ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക ഫീച്ചർ എന്താണ്? The Companies Act 2013 delegates the law-making power to the executive. ഇപ്പോൾ law-making power ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിലേക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ് 2013 കമ്പനീസ് ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ദിസ് ഈസ് ദി റീസൺ വൈ യു വുഡ് ഫൈൻഡ് ദി എക്സ്പ്രഷൻ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ 2013 ആക്ടിലൂടെ കടന്നു പോകുമ്പോൾ the word as may be prescribed repeated ആയിട്ട് വരുന്നുണ്ട്. as may be prescribed by the Ministry of Corporate Affairs or as may be prescribed by the competent authority. competent authority എന്ന് പറഞ്ഞാൽ Ministry of Corporate Affairs ആണ്. നമ്മൾ ഈ ഒരു വാക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ആക്ടിൽ കാണുന്നത് അതുകൊണ്ടാണ്. ദെൻ 2013 ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ പ്രത്യേകത ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രൈവറ്റ് കമ്പനികളെ സംബന്ധിച്ച് പ്രൈവറ്റ് കമ്പനികളുടെ ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷമായിരിക്കണമെന്നാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന നിയമം. ഇപ്പം 2013 ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിങ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. 2013 ആക്ടിൽ ഈ 1 lakh എന്നുള്ളത് മാറ്റിയിട്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാക്കി. ഇത് 2 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ആകാം. അപ്പം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ടാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം ഷെയർ ക്യാപിറ്റലായിട്ട് 2013 ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി
ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം വരുത്തിയത്? 2013 ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് കമ്പനീസ് ആക്ടിൽ ചെറിയൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഒരു ആക്ടിലെ അമെൻമെൻറ്റിൻ്റെ നോർമൽ പ്രൊസീജിയറിലൂടെ കടന്നു പോകണമായിരുന്നു. അപ്പോൾ അത് പാർലമെൻറ്റിൽ, കമ്പനീസ് ആക്ട് ആണെങ്കിൽ എന്താണ്, പാർലമെൻറ്റിൻ്റെ 2 ഹൗസിലും 3 തവണ ആഫ്റ്റർ 3 റീഡിങ്സ് ദിസ് റെസൊല്യൂഷൻ ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ എ മജോറിറ്റി. ദെൻ ആഫ്റ്റർ ദിസ് റെസൊല്യൂഷൻ ഗെറ്റ് ദി കൺസെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ്. അപ്പം 3 റീഡിങ്ങിലൂടെ കടന്നു പോകണം. ലോക്സഭയുടെയും രാജ്യസഭയുടെയും അപ്രൂവൽ കിട്ടണം, പ്രസിഡന്റിന്റെ അപ്രൂവൽ കിട്ടണം, കൺസെന്റ് കിട്ടണം, സിഗ്നേച്ചർ കിട്ടണം. എങ്കിൽ മാത്രമേ ഈ അമെൻമെന്റ് ഇഫക്റ്റിൽ വരികയുണ്ടായിരുന്നുള്ളൂ. 2013 ആക്ടിൽ ഈ ഒരു മാറ്റം വരുത്തിയതോടുകൂടി എന്താണ്, ചേഞ്ചസ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ ജസ്റ്റ് ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മതി, മറ്റ് പ്രൊസീഡിങ്സ് ഒന്നുമില്ല. ഇപ്പം ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ സിഗ്നേച്ചറോട് കൂടി ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ, ഒരു ഓർഡർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ചേഞ്ച് ആയി കഴിഞ്ഞു. ഇപ്പം മാസങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അമെൻമെൻറ്റ് ഹാസ് ടു ബി പ്രിപ്പയർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നേരം കിട്ടുമ്പോൾ വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. Then 2013 Act delegates the authority of law making to the executive extensively. ഇപ്പം 2013 കമ്പനീസ് ആക്ടും അതിന് മുമ്പുണ്ടായിരുന്ന ആക്ടുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? 2013 Act delegates the authority of law making to the executive. അപ്പം കോർപ്പറേറ്റ് അഫയേഴ്സിലേക്ക് അധികാരം കൈമാറ്റം ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ ആ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ, ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013 ആദ്യത്തെ ഫീച്ചറായിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി. അപ്പം കമ്പനി നിയമത്തിൽ ആവശ്യമായ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നു, ആവശ്യമായ ചേഞ്ചസ് വരുത്താൻ എളുപ്പമായി. അപ്പം അതാണ് ഒരു ആദ്യത്തെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത്, ഫ്ലെക്സിബിലിറ്റി. ഇൻകോർപ്പറേറ്റഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ടു ദി ആക്ട്, ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി. സെക്കൻഡ് വൺ, ദി വൈഡർ സ്കോപ്പ്. അപ്പം ദി ന്യൂ ലെജിസ്ലേഷൻ ഹാസ് എ വൈഡർ സ്കോപ്പ് ദാൻ ദി 56 ആക്ട്. ഇപ്പം 1956 ആക്ടിനേക്കാളും വളരെ വിപുലമായ ഒരു സ്കോപ്പാണുള്ളത്. ദി ന്യൂ ആക്ട് കവേഴ്സ് കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസ് ക്രിയേറ്റഡ് ബൈ അതർ ലെജിസ്ലേഷൻസ് എക്സെട്ര. അപ്പം 2013 ആക്ടിന് മുമ്പ് മറ്റെല്ലാ ആക്ടുകളും നിയമങ്ങളും വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളെയും, എല്ലാ കോർപ്പറേറ്റ് ബോഡീസിനെയും, എല്ലാ അസോസിയേഷൻസിനെയും എന്താണ് 2013 ആക്ടിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. അതോടുകൂടി ഇതിൻ്റെ സ്കോപ്പ് വളരെ വൈഡായിട്ട് മാറി. ദെൻ ലിബറൽ അഡ്മിനിസ്ട്രേഷൻ, 2013 ആക്ട് ദാറ്റ് പ്രപ്പോസസ് ലിബറൽ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് ടു ദി കമ്പനീസ്. 1956 ആക്ട് എന്താണ്, ലൈസൻസ് രാജായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ അനുമതി കിട്ടണം, ലൈസൻസ് കിട്ടണം. അപ്പോൾ ആ ലൈസൻസ് രാജിൻ്റെ ഡോമിനൻസ് കുറച്ചുകൊണ്ടുവരാൻ ഒരു ലിബറൽ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് മാറാനായിട്ട് 2013 ആക്ട് സഹായകമായിട്ടുണ്ട്. ദെൻ ഇറ്റ് പ്രിസ്ക്രൈബ്സ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് ഫോർ എക്കണോമിക് ഒഫൻസസ്. അപ്പം സാമ്പത്തിക കുറ്റങ്ങൾക്ക്, എക്കണോമിക് ഒഫൻസസിന് കൂടുതൽ ശിക്ഷ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് ഫോർ economic offenses or violation of norms. Then strong administrative framework both in civil and criminal law violations regarding matters connected with companies. Fast dispute settlement is essential, and for this purpose a strong administrative system is created. 2013 ആക്ടിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ക്രിമിനൽ ഒഫൻസുകൾക്കും സിവിൽ ഒഫൻസുകളുടെ എല്ലാം സ്പീഡി ട്രയലിനും പണിഷ്മെൻറ്റിനുമായിട്ടുള്ള മെക്കാനിസം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്യൂട്ടഡ് ഫോർ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്, 2013 ആക്ട് എന്താണ്, നമ്മുടെ ഗ്ലോബലൈസ്ഡ് വേൾഡിന് സ്യൂട്ടബിളായ മാറ്റങ്ങൾ വരുത്തിയ ഒരു ആക്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ദി 2013 ആക്ട് ഈസ് സ്യൂട്ടഡ് ഫോർ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് ഗവർണൻസും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനികൾക്ക് സമൂഹത്തോടുള്ള ബാധ്യത, CSR അതിൻ്റെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ കിറ്റെക്സ് പോലെയുള്ള കമ്പനികളൊക്കെ ചെയ്യുന്ന അതാണ്. അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് ഒരു നിശ്ചിത ശതമാനം സോഷ്യലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റിന് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ അതാണ് എന്താണ്, ഇൻകോർപ്പറേഷൻ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി.
ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി. ഇപ്പം 2013 ആക്ട് എന്താണ്? പെർമിറ്റ്സ് ഫെസിലിറ്റേറ്റ് ദി യൂസ് ഓഫ് ഓൾ പോസിബിലിറ്റീസ് ഓഫേർഡ് ബൈ ഇൻഫർമേഷൻ ടെക്നോളജി. ഇപ്പം കമ്പനി അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ 2013 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കുന്നത്. ഈ 2013 ആക്ടിൻ്റെ ഫീച്ചേഴ്സ് റിപ്പീറ്റായിട്ട് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കെന്താ 15 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ആയിട്ട് ഓർമ്മയില്ലെങ്കിൽ പഠിച്ചാൽ നന്നായിരിക്കും. ദി നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഈ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷനിലെ ഒരു 4-5 പോയിന്റുകൾ നമ്മളെന്താ ഫീച്ചേഴ്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനിയിൽ പഠിച്ച പോയിന്റ് റെപ്പറ്റീഷനാണ്. പ്രധാനമായിട്ടും ഒന്ന് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Generally said, the prime motive behind the creation of a company is the possibility of members securing limited liability. ഇപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റാണ് ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ മെമ്പേഴ്സ്. ദെൻ ദി സെക്കൻഡ് ഈസ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഇപ്പോൾ എന്താ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ ആ ഫീച്ചേഴ്സിൽ പഠിച്ചിരിക്കുന്നതാണ്. സീൻ ഏർലിയർ എ കമ്പനി ഹാസ് അൻ ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഇപ്പോൾ കമ്പനി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി മെമ്പേഴ്സ്. കമ്പനിയും മെമ്പേഴ്സും ഒന്നല്ല, രണ്ടാണ്. കമ്പനി ക്യാൻ ഓൺ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. കമ്പനി ക്യാൻ ഡു ബിസിനസ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഈസ് നോട്ട് ദാറ്റ് ഓഫ് ദി മെമ്പേഴ്സ്. പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഈസ് ഓൺലി ദാറ്റ് ഓഫ് ദി കമ്പനി. അപ്പോൾ അതാണ് നമ്മളെന്താണ് ഒരു സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താണ്? ദിസ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഈസ് എ പ്രൊട്ടക്ഷൻ ടു ദി മെമ്പേഴ്സ് ഹു ആക്ട് ബിഹൈൻഡ് ദി കമ്പനി. ഇപ്പോൾ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിനൊരു സംരക്ഷണമാണ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് പോയിന്റ്. ദെൻ പെർപെക്ച്വൽ സക്സഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? കമ്പനി നെവർ ഡൈസ്. members may come and members may go. The entry and exit of members will not affect the continuance of a company. ഒരു കമ്പനിയുടെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പിനെ മെമ്പേഴ്സിൻ്റെ വരവും പോക്കും ഇൻസോൾവൻസിയും ഒന്നും ബാധിക്കുന്നില്ല. ഈവൻ ഇഫ് ദി ഹോൾ മെമ്പേഴ്സ് ഡൈ. ഇപ്പോൾ ഒരു 200 മെമ്പർമാരുണ്ട് അല്ലെങ്കിൽ 1000 മെമ്പർമാരുണ്ട്, അവരെല്ലാം മരിച്ചാലും കമ്പനി നിലനിൽക്കും. The life of a company can comes to an end only by the process of law. അതാണ് പെർപെച്വൽ സക്സഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. For incorporated company, if a company is incorporated as a public limited company, the shares of a public limited company can be listed in a stock exchange and it is freely transferable. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫറബിലിറ്റിക്ക് ലിമിറ്റേഷൻ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. Then separate property. A member does not get any right over the property of the company. ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെ മേൽ, അസറ്റിൻ്റെ മേൽ കമ്പനിയുടെ മെമ്പേഴ്സിന് യാതൊരു അവകാശവും ഇല്ല. The property of the company is under the sole ownership of the company. A company can own separate property in its own name. The property of the company is in the sole ownership of the company. കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം കമ്പനിക്ക് മാത്രമാണ്, മെമ്പേഴ്സിന് അതിൻ്റെ മേൽ ഉടമസ്ഥാവകാശമില്ല. ദെൻ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കമ്പനിക്ക് എന്താ? കമ്പനി ക്യാൻ സ്യൂ ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ് നെയിം ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്യൂഡ് ഓൾസോ ഇൻ ദി സെയിം വേ. കമ്പനിക്ക് അതിൻ്റെ സ്വന്തം കോർപ്പറേറ്റ് നെയിമിൽ മറ്റാളുകൾക്കെതിരെ കേസ് കൊടുക്കാം, കമ്പനിക്കെതിരെ മറ്റാളുകൾക്കും കേസ് കൊടുക്കാം. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു നാച്ചുറൽ പേഴ്സണെതിരെ കേസ് കൊടുക്കാവുന്ന പോലെ തന്നെ. ദെൻ ദി 7th പോയിന്റ് ഈസ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. കമ്പനികളുടെ മാനേജ്മെന്റ് ആണ്, പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ്. കമ്പനീസ് ക്യാൻ ഹാവ് പ്രൊഫഷണൽ മാനേജേഴ്സ് ടു റൺ ദി എസ്റ്റാബ്ലിഷ്മെന്റ്. കമ്പനി ക്യാൻ ഹയർ പ്രൊഫഷണൽ മാനേജേഴ്സ്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കമ്പനിക്ക് ഹയർ ചെയ്യാം, അതിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദി മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഡേ ടു ഡേ മാനേജ്മെന്റിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. ദേ ക്യാൻ ഇലക്ട് ഡയറക്ടേഴ്സ്, ദേ ക്യാൻ ഇലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് known as directors to look after the administration and management of the company. So the directors are capable of taking prudent decisions. അപ്പോൾ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുകയും ഡയറക്ടേഴ്സിലൂടെയാണ് കമ്പനിയുടെ മാനേജ്മെന്റ് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. Then the 8th point is opportunity to involve large number of investors.
അതൊരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. ദി പോസിബിലിറ്റി ഓഫ് റൈസിങ് ക്യാപിറ്റൽ ലിറ്ററലി ഫ്രം ലാക്സ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ മാക്സിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ക്യാൻ റൈസ് ക്യാപിറ്റൽ ഫ്രം ലാക്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ലാക്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതുപോലെ ഈ ചില പബ്ലിക് കമ്പനികളൊക്കെ 10,000 കോടിയൊക്കെയാണ് ഒരൊറ്റ IPOയിലൂടെ അല്ലെങ്കിൽ ഒരൊറ്റ പബ്ലിക് ഇഷ്യൂയിലൂടെ കരസ്ഥമാക്കുന്നത്. 10,000 crores, 25,000 crores. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാം. ഓപ്പർച്യൂണിറ്റി ടു ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് അതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ഇത് മറ്റ് അസോസിയേഷൻസിന് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഓൺലി കമ്പനീസ് ക്യാൻ ഹാവ് ദിസ് ഓപ്ഷൻ ഓഫ് സെക്യൂറിങ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം മില്യൺസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 8 പോയിന്റുകൾ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ് ആണ്. ഒരു കമ്പനിയെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ, ഇൻകോർപ്പറേറ്റ് ചെയ്താൽ പ്രധാനമായിട്ടും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്, perpetual succession, transferability of shares, separate property, capacity to sue and to be sued, professional management, opportunity to involve large number of investors. ഈ 8 പോയിന്റുകൾ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട്. ദെൻ ഇനി ഇൻകോർപ്പറേഷൻ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം ഇതിന് ഗുണങ്ങൾ മാത്രമല്ല ദോഷവശങ്ങളും ഉണ്ട്. ദെൻ അതിലൊന്നാമത്തേത് എന്താ? പ്രൊസീജിയർ ഫോർമാലിറ്റീസ്. നമ്മൾ ഇൻകോർപ്പറേഷൻ നടപടിക്രമങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയ നടപടിക്രമങ്ങളാണ്. നമ്മൾ ഈ ലൈസൻസ് രാജിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മൾ അപ്പം മനസ്സിലാക്കും. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നിയമപരമായ നടപടികളിലേക്ക് പോകുമ്പോൾ ദി പ്രോസസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് റിഡൺ വിത്ത് ന്യൂമറസ് ഫോർമാലിറ്റീസ്. Similarly, in running of the institution also, as a company have to undergo procedural rules provided by the Companies Act and other relevant legislation. ഒരു കമ്പനി ഒരു രജിസ്റ്റേർഡ് കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനും റൺ ചെയ്യുന്നതിനും പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്, നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കുംബർസം പ്രൊസീജിയേഴ്സ് ആണ്, ടയർസം പ്രൊസീജിയേഴ്സ് ആണ്. Then second is the process is expensive. The process of incorporation is very expensive. The running of a company is also an expensive affair. ഇൻകോർപ്പറേഷനും റണ്ണിങ്ങും എക്സ്പെൻസീവ് ആണ്. സെൻഡിങ് ഓഫ് നോട്ടീസസ്, ആനുവൽ റിപ്പോർട്ട്സ്, ഇതെല്ലാം ലീഗൽ ഫോർമാലിറ്റി ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് ഓരോ വർഷവും കൃത്യമായ നോട്ടീസ് അയക്കണം, ആനുവൽ ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനോ ഓർഡിനറി റെസൊല്യൂഷനോ ഒക്കെ മീറ്റിങ്ങിൽ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യാനുള്ള ഒരു എക്സ്പെൻസീവ് അഫെയർ ആണ്. ദെൻ ദി കമ്പനി ഈസ് നോട്ട് എ സിറ്റിസൺ. കമ്പനി ഒരു പൗരനല്ല, സിറ്റിസൺ അല്ല. ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു എ നാച്ചുറൽ സിറ്റിസൺ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ കേസ് ഓഫ് എ കമ്പനി. ഒരു ഇന്ത്യൻ പൗരന് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങൾ കമ്പനിക്ക് കിട്ടുന്നില്ല. An incorporated company does not get the status of a citizen under the provisions of the Citizenship Act or the Constitution. It has to be noted that fundamental rights guaranteed by the Constitution is available only to citizens. നമ്മുടെ ഭരണഘടന ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നാച്ചുറൽ പേഴ്സൺസിന് മാത്രമേ കിട്ടുകയുള്ളൂ, കമ്പനികൾക്ക് കിട്ടില്ല. ദസ് എ കമ്പനി ഡെഫിനറ്റ്ലി ലൂസസ് ഔട്ട് ഓൺ ദിസ് കൗണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റർ വന്നു കഴിയുമ്പോൾ എന്താണ്, കമ്പനികൾ പലപ്പോഴും നഷ്ടമാകുന്നു, അല്ലെങ്കിൽ കമ്പനികൾ ഒരു ലൂസിങ് സൈഡിലായിരിക്കും. ദെൻ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയെയും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ മെമ്പേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാരിയറാണ് കോർപ്പറേറ്റ് വെയിലായിട്ട് വരുന്നത്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മെമ്പേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഇല്ല, മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കമ്പനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദിസ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ് ബൈ ലോ. അങ്ങനെ ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ആകുന്നതോട് ഇല്ലാതാകുന്നതോടുകൂടി ഫോർ ദി ആക്ട്സ് ഓഫ് ദി കമ്പനി മെമ്പേഴ്സ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ആൻഡ് ഫോർ ദി ആക്ട്സ് ഓഫ് ദി മെമ്പേഴ്സ് കമ്പനി ക്യാൻ ബി ഹെൽഡ് ലയബിൾ. അതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ദി അഡ്വാൻറ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ വിൽ നോട്ട് ബി അവൈലബിൾ ഇൻ ഫ്യൂ സിറ്റുവേഷൻസ് വേർ ദി കോർപ്പറേറ്റ് വെയിൽ മേ ബി ലിഫ്റ്റഡ്.
ഒരിക്കലും കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇല്ലാതാകുന്നു. ഇൻ സച്ച് സിറ്റുവേഷൻസ് ദി പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ മേ ഹാവ് ടു ഇൻകർ പേഴ്സണൽ ലയബിലിറ്റി. ഇപ്പോൾ കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് മാറും. കമ്പനിക്ക് വേണ്ടി ഒരു മെമ്പർ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ആ മെമ്പറിനായിരിക്കും റെസ്പോൺസിബിലിറ്റി വരുന്നത്. ദെൻ കോർപ്പറേറ്റ് സ്കാംസ്, ഇപ്പോൾ നമ്മുടെ കുംഭകോണങ്ങളൊക്കെ കേട്ടില്ല, അഴിമതി, കുംഭകോണം. ഇപ്പം ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിനെ പിടിച്ചുകുലുക്കിയ ഒരു പ്രധാനപ്പെട്ട സ്കാം ആയിരുന്നു 1992 ഹർഷത് മേത്ത സ്കാം. അന്നത്തെ കാലത്ത് 1992 തന്നെ ഏകദേശം 5000 കോടിയിലധികം ഫണ്ട് അയാൾ തട്ടിച്ചെടുത്തുകൊണ്ട് പോയി. കോർപ്പറേറ്റ് വേൾഡിനെ പിടിച്ചു കുലുക്കിയതാണ്. അതിൻ്റെ സ്കൈ റോക്കറ്റിംഗ് ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ്. പെട്ടെന്ന് തന്നെ ഒരു 6 മാസത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബൂം പീരീഡ്, ഒരു അൺപ്രസിഡന്റഡ് ബൂം ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പം കുറേ കമ്പനികൾ വെറുതെ പേപ്പറിൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് അതൊരു പ്രത്യേക ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റിൽ നിന്ന് ഷെയർ വിറ്റുമാറി. ഇതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ നമ്മുടെ ബാങ്കുകളും ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസും സ്റ്റോക്ക് ബ്രോക്കേഴ്സും എല്ലാം ഉൾപ്പെട്ടിരുന്നു. അതിൻ്റെ മെയിൻ കഥാപാത്രം ഹർഷത് മേത്ത ആണെന്ന് മാത്രമേ ഉള്ളൂ. കോർപ്പറേറ്റ് സ്കാമാണ്. So there are several instances where the promoters float companies with the intention of cheating the innocent public. ഇപ്പം പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനികൾ ഫ്ലോട്ട് ചെയ്യുകയും പരമാവധി പണം തട്ടിയെടുത്ത് മുങ്ങുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ മുകുൾ ചോക്സി, നീരവ് മോദി, നമ്മുടെ വീണ്ടും കിങ് ഫിഷറിൻ്റെ ഒക്കെ ആൾ വിജയ് മല്യ, ഇവരൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇവരൊക്കെ 10,000 കോടി തട്ടിച്ചിട്ട് രാജ്യം വിട്ടുപോയി. ഇവരെയൊക്കെ ഇന്ന് കൊണ്ടുവരും നാളെ കൊണ്ടുവരും എന്ന് പറയുന്നതല്ലാതെ അതിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ല. അപ്പം കോർപ്പറേറ്റ് സ്കാം, ഇത് ഇൻകോർപ്പറേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പം കമ്പനി ഒരിക്കലും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് നല്ല കമ്പനിയാണ്, നല്ല രീതിയിൽ നടക്കും. IPO ഒക്കെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബിലീഫാണ്. അപ്പോൾ ഈ ആളുകളുടെ ഇന്നസെൻ്റ് ആളുകളുടെ ഈ വിശ്വാസത്തെ തട്ടിച്ചുകൊണ്ട് അവരെ കബളിപ്പിക്കുന്നൊരു പ്രവണതയുണ്ട്. അതാണ് കോർപ്പറേറ്റ് സ്കാംസ്. ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകൾ നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷനായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വേണമെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കട്ടെ. നമ്മുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ ജോയിനിങ്.